ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ ബെൻ സ്റ്റോക്സിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണോ? തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിന് ടാർഗറ്റ് എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ ബെൻ സ്റ്റോക്സ് വീണ്ടും നമ്മുടെ ICCക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡ് അതുപോലെ തന്നെ ഇംഗ്ലണ്ട് തമ്മിലുള്ള ടെസ്റ്റ് സീരീസ് നടപ്പുണ്ടായിരുന്നു. അതിൽ സ്ലോ ഓവർ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് 15% മാച്ച് ഫീസും അതുപോലെ തന്നെ 3 പോയിൻറ്റും രണ്ട് ടീമിൻ്റെയും വെട്ടിക്കുറച്ചിരുന്നു. സോ അത് അഫക്റ്റ് ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മുടെ ന്യൂസിലൻഡിനെ ആയിരുന്നു. അവർ 4ാമത് നിന്ന് 5ാമതിലേക്ക് ഇറങ്ങി. പിന്നെ ഇംഗ്ലണ്ടിനെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. എങ്കിൽ പോലും ബെൻ സ്റ്റോക്സ് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഇത് ശരിയായിട്ടുള്ള രീതിയല്ല. ആ ഒരു മാച്ച് 10 മണിക്കൂർ മുമ്പ് തന്നെ കഴിഞ്ഞു. പിന്നെ എന്തിനാണ് ഈ ഒരു മാച്ച് ഡിഡക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയിൻ്റ് കട്ട് ചെയ്തതെന്ന് അറിയില്ല. അതായത് നമുക്കറിയാം, ടെസ്റ്റ് 5 ദിവസത്തെ കളിയാണ്. ആ ഒരു 5 ദിവസം തീരുന്നതിന് 10 മണിക്കൂർ മുമ്പ് തന്നെ അതായത് ഇംഗ്ലണ്ട് ആ ഒരു മാച്ച് വിജയിച്ചു. പിന്നെ എന്തിനാണ് ഈ ഒരു സ്ലോ ഓവർ റേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഇത് കട്ട് ചെയ്തതെന്നൊക്കെയാണ് നമ്മുടെ ബെൻ സ്റ്റോക്സ് ചോദിക്കുന്നത്. എന്തായാലും നമുക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും അല്ലെങ്കിൽ ICC എന്ത് തീരുമാനങ്ങളാണ് എടുക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും സ്ലോ ഓവർ റേറ്റ് ഉണ്ടായിരുന്നായിരിക്കാം, അതൊരു പ്രശ്നമായിരുന്നായിരിക്കാം. സോ അതുകൊണ്ട് തന്നെയായിരിക്കാം രണ്ട് ടീമിൻ്റെയും പോയിൻറ്റ് വെട്ടിക്കുറച്ച്. പിന്നെ നമുക്കറിയാം ICCയുടെയും BCCയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് ജയ്ഷ. സോ ഇന്ത്യക്ക് കുറച്ച് ഫേവറാകും. കാരണം 3 പോയിൻറ്റ് ന്യൂസിലൻഡ് പോയി കഴിഞ്ഞാൽ അവർ 5-ൽ നിന്ന് 5 സ്ഥാനത്തേക്ക് വരും. ഇന്ത്യക്ക് കുറച്ചുകൂടെ ടോപ്പിലേക്ക് പോകും. സോ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സോ എന്തായാലും നമ്മൾ അങ്ങനെ പറയുന്നില്ല. ബട്ട് ICC ഞാൻ പറഞ്ഞില്ലേ, BCC എല്ലാവരും തലപ്പത്ത് ഒരാളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് ICCയുടെ താഴെ വരുന്നതാണ് BCC. അതിൽ നമ്മുടെ ജയ്ഷയുണ്ട്, അവിടെയും ജയ്ഷയുണ്ട്. അതൊക്കെ എന്താണെന്ന് എനിക്ക് ഒട്ടും തന്നെ പിടികിട്ടുന്നില്ല. സോ എന്തായാലും ഈ ഒരു പോയിൻ്റ് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ICCക്കെതിരെയും അതുപോലെ തന്നെ ഈ ഒരു ഫൈനുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും 3 പോയിൻറ്റ്സ് വെട്ടിക്കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊന്നും എന്താ പറയുക, ബെൻ സ്റ്റോക്സിന് അത്ര നല്ല അഭിപ്രായമല്ല ICCയോടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ എന്തായാലും ഇനിയും എന്തെങ്കിലും നടപടി എടുക്കുമോ ICC എന്നറിയില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബെൻ സ്റ്റോക്സ് ICCക്കെതിരെ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്.